നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മൂർക്കനിക്കരയിലെ തെരഞ്ഞെടുപ്പ് വേദിയെ മനുഷ്യസ്നേഹത്തിന്റെ നേർസാക്ഷ്യമാക്കി സ്ഥാനാർത്ഥി കെ രാജനെ കാണാനെത്തിയത് വയനാട് ചൂരൽ മലക്കാർ. തൃശൂർ ജവഹർ ബാലഭവൻ കളിവീട് കുട്ടികൾ പ്രൗഢഗംഭീരമായി നടത്തി. ഒല്ലൂർ UDF സ്ഥാനാർത്ഥി ഷാജി ജെ കോടങ്കണ്ടത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി സച്ചിൻ പൈലറ്റ് റോഡ് ഷോ തിങ്കളാഴ്ച പുതിയച്ചിറ സെന്ററിൽ നിന്നും ആരംഭിച്ച് ചീരാച്ചി ഒല്ലൂർ സെന്റർ സ്വീകരണം നൽകി. മോദിയുടെ സ്വപ്നം കായിക രംഗത്തെ സമഗ്ര വികസനമെന്ന് ലിയാണ്ടർ പയസ്. വിശദമായ വാർത്തകളിലേക്ക്. മൂർക്കനിക്കരയിലെ തെരഞ്ഞെടുപ്പ് വേദിയെ മനുഷ്യസ്നേഹത്തിന്റെ നേർസാക്ഷ്യമാക്കി സ്ഥാനാർത്ഥി കെ രാജനെ കാണാനെത്തിയത് വയനാട് ചൂരമരക്കാർ. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ കരളിളക്കിയ നാളുകളിൽ തങ്ങളുടെ കണ്ണീരൊപ്പിയ സ്വന്തം മന്ത്രിയെ കാണാൻ ചൂരമലക്കാരെത്തി. ഒല്ലൂരിലെ LDF സ്ഥാനാർത്ഥിയായ മന്ത്രി കെ രാജനെ കാണാനെത്തിയ ഈ സംഘം തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയെ വൈകാരികമായ മനുഷ്യസ്നേഹത്തിന്റെ നേർസാക്ഷ്യമാക്കി മാറ്റി. മൂർക്കനിക്കര നായനാർ റോഡ് പ്രദേശത്ത് സംഘടിപ്പിച്ച കുടുംബസംഗമത്തിലാണ് ചൂരമലയിൽ നിന്നെത്തിയ 14 പേർ കെ രാജനെ കണ്ടുമുട്ടിയത്. ഏറെ വികാരഭരിതമായ നിമിഷങ്ങളായിരുന്നു അത്. ദുരന്തകാലത്ത് തങ്ങളോടൊപ്പം നിന്ന സ്വന്തം ജനനേതാവിനെ വീണ്ടും കാണുന്നതിന്റെ ആശ്വാസവും സന്തോഷവും സംഘത്തിലെ ഓരോരുത്തരുടെയും മുഖത്ത് വ്യക്തമായിരുന്നു. ചൂരമലയിൽ ദുരന്തം വിതച്ച വേദനയുടെ ജീവനുള്ള സാക്ഷികളായിരുന്നു അവർ. ഓരോരുത്തരുടെയും ജീവിതകഥകളിൽ അതിക്രമിച്ചു കയറിയത് ഒരിക്കലും മാഞ്ഞുപോകാത്ത നഷ്ടങ്ങളായിരുന്നു. സംഘത്തിലുണ്ടായിരുന്ന അവന്തികയുടെ ജീവിതത്തെ ദുരന്തം ഒറ്റ നിമിഷം കൊണ്ട് ഇരുട്ടാക്കുകയായിരുന്നു. അച്ഛൻ പ്രക്ഷോഭും അമ്മ വിജയലക്ഷ്മിയും ജ്യേഷ്ഠൻ അശ്വിനും ജീവിതത്തിന്റെ അടിത്തറയായിരുന്ന 3 മുഖങ്ങൾ ദുരന്തത്തിൽ അവളിൽ നിന്നില്ലാതായി. ആ ശൂന്യതയിൽ ഇന്ന് അവൾക്ക് ആശ്രയമായി നിൽക്കുന്നത് പ്രക്ഷോഭിന്റെ സഹോദരനായ പ്രദീപാണ്. ദുരന്തത്തിന് ശേഷം അവന്തികയുടെ ജീവിതം വീണ്ടും ചേർത്ത് പിടിക്കുവാൻ മുന്നോട്ട് വന്ന മനുഷ്യസ്നേഹത്തിന്റെ മറ്റൊരു മുഖമായ പ്രദീപും ഈ സംഘത്തിലുണ്ടായിരുന്നു. സൈന എന്ന പേരു തന്നെ മലയാളികളുടെ വേദനയുടെ പര്യായമാണ്. വിവരിക്കുവാൻ വാക്കുകൾ പോരാത്ത ഒരമ്മ. സ്വന്തം മകളായ ധ്യാൻ, നിവേദ്, ഇഷാൻ 3 ചെറിയ കുരുന്നുകളെയും ഒരുമിച്ച് നഷ്ടപ്പെട്ട സൈനയുടെ ഹൃദയവേദന അവരുടെ നിശബ്ദതയിൽ പോലും മുഴങ്ങി നിന്നിരുന്നു. ഒപ്പമുണ്ടായിരുന്ന വത്സലയുടെ ഓർമ്മകളിൽ ഇന്നും നിറഞ്ഞു നിൽക്കുന്നത് ഭർത്താവ് സുദർശനും മകൻ ലെനിനുമാണ്. കുടുംബത്തിന്റെ 2 കരുത്തുകളും നഷ്ടപ്പെട്ട ആ നിമിഷം മുതൽ ജീവിതം അവർക്കൊരു ശൂന്യതയായിരുന്നു. കുടുംബസംഗമ വേദിയിലേക്ക് നിറകണ്ണുകളോടെ കയറി വന്ന വത്സല സ്വന്തം മകനെ പോലെ കെ രാജനെ ചേർത്ത് പിടിച്ചു കരഞ്ഞത് കണ്ടുനിന്നവരുടെയും മനസ്സലിയിപ്പിച്ചു. തങ്കയുടെ കഥയും അത്രത്തോളം കരളിൽ ഒതുങ്ങാത്തതാണ്. മകൻ സുമേഷിനെ നഷ്ടപ്പെട്ട വേദനയ്ക്കൊപ്പം ഗുരുതരമായി പരിക്കേറ്റ മകൻ സുജീഷിന്റെ ജീവനെ കാവലുമായുള്ള പോരാട്ടം ഇന്നും തുടരുകയാണ്. കുടുംബസംഗമ വേദിയിൽ തങ്ങളുടെ രാജേട്ടനെ വിജയിപ്പിക്കേണ്ടത് വയനാടിനു കൂടി വേണ്ടിയാണെന്ന് പറഞ്ഞ ജിജീഷിന്റെ ജീവിതത്തിലും സഹോദരന്റെ അഭാവം ഒരു നിശബ്ദ വേദനയാണ്. അനുജൻ സുമേഷിന്റെ ഓർമ്മകൾ ഓരോ നിമിഷവും മനസ്സിൽ മുറിവായി നിലകൊള്ളുമ്പോഴും കെ രാജനുള്ള വിശ്വാസത്തെ ഒല്ലൂരിലെ ജനതയ്ക്ക് മുൻപിൽ അവതരിപ്പിച്ചു. ഭാര്യയുടെ വീട്ടുകാരടക്കം 10 കുടുംബാംഗങ്ങളെ ഒരുമിച്ച് നഷ്ടപ്പെട്ട ജയേഷും കുടുംബസംഗമത്തിനെത്തിയവരോട് സംസാരിച്ചു. മന്ത്രിയെ കാണാനെത്തിയവരിൽ ഭാർഗവിയുടെ മകൻ അരുൺ അനുഭവിച്ചത് മരണത്തോടൊപ്പമുള്ള ഒരു പോരാട്ടമായിരുന്നു. 12 മണിക്കൂർ നീണ്ടുനിന്ന ആ നിമിഷങ്ങളിൽ ചെളിക്കടിയിൽ മുങ്ങിക്കിടന്ന അവന്റെ ശരീരത്തിൽ തല മാത്രം പുറത്തു കാണുന്ന അവസ്ഥ. ജീവൻ പിടിച്ചു നിൽക്കുവാനുള്ള മനുഷ്യസഹജമായ ആഗ്രഹത്തിന്റെ ഏറ്റവും ശക്തമായ ചിത്രം തന്നെയായിരുന്നു അത്. രക്ഷാപ്രവർത്തകരുടെ സംയോജിത ഇടപെടലിലൂടെയാണ് അവൻ തിരികെ ജീവിതത്തിലേക്ക് എത്തിയത്. വീട് എന്ന ആശ്രയവും സമ്പാദ്യവും നഷ്ടപ്പെട്ട മുഹമ്മദ് അലിയും ഭാര്യ സൗജിത്തും ഹമീദും ഭാര്യ സുഹറയും സംഘത്തിലുണ്ടായിരുന്നു. വേദനയും നഷ്ടവും അതിനൊപ്പം തന്നെ അതിജീവനത്തിന്റെ ചെറുപ്രകാശങ്ങളും നിറഞ്ഞ വയനാടിന്റെ ആ മനുഷ്യകഥയിൽ ഒല്ലൂരിന്റെ കെ രാജനുള്ള പ്രാധാന്യം വാക്കുകളിൽ ഒതുങ്ങുന്നതല്ല. ചൂരൽമലയിലെ ദുരന്ത സാഹചര്യത്തിൽ കെ രാജൻ നടത്തിയ ഇടപെടലുകളാണ് ഈ സ്നേഹബന്ധത്തിന്റെ അടിസ്ഥാനം.
രക്ഷാപ്രവർത്തനങ്ങളും പുനരധിവാസ നടപടികളും വേഗത്തിൽ നടപ്പിലാക്കുവാൻ അദ്ദേഹം എടുത്ത മുൻകൈ മലയാള നാട് എന്നും ഓർക്കുമെന്നും അവർ പ്രഖ്യാപിച്ചു. ദുരന്തബാധിതരായ കുടുംബങ്ങളെ നേരിൽ സന്ദർശിച്ച് ആശ്വാസം പകരുകയും ആവശ്യമായ സർക്കാർ സഹായങ്ങൾ ഉറപ്പാക്കുകയും ചെയ്തതിലൂടെ അദ്ദേഹം ഒരു ഭരണാധികാരി എന്നതിലുപരി കരുത്തുള്ള മനുഷ്യനായി മാറുകയായിരുന്നുവെന്നും ചൂരമലക്കാർ ഓർമ്മപ്പെടുത്തി. ദുരന്ത സമയത്ത് ഞങ്ങളുടെ വേദന മനസ്സിലാക്കി കൂടെയുണ്ടായ ഒരാളെന്ന നിലയിലാണ് ഞങ്ങളുടെ സ്വന്തം മന്ത്രിയെ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് തിരക്കുകൾക്കിടയിൽ വന്ന് വീണ്ടും കാണുവാൻ ഇത്ര ദൂരം വന്നത് എന്നായിരുന്നു ഇവരുടെ പ്രതികരണം. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വരുവാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചുവെങ്കിലും രാജേട്ടൻ അനുവദിച്ചില്ല എന്നും മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ ദുരന്തമുണ്ടായ ചൂരമല 10ാം വാർഡ് അംഗം PM ഷൈജ ബേബി വിശദീകരിച്ചു. ഞങ്ങളുടെ രാജേട്ടനെ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച് നിയമസഭയിലേക്ക് മേപ്പാടി ചൂരമലയിലേക്കും അയക്കണമെന്ന് ഷൈജ ബേബിയും ദുരന്തബാധിതരായ ജയേഷും ജിജേഷും പറഞ്ഞു. ചൂരൽമലയിൽ ദുരന്തം വിതച്ച വേദനയുടെ ഓർമ്മകൾക്കിടയിലും അതിനൊപ്പമുണ്ടായ കരുതലിന്റെ സ്പർശമാണ് ഈ സ്നേഹ സന്ദർശനമായി മാറിയത്. ഒല്ലൂരിലെ പ്രചാരണ വേദിയിൽ അത് ഒരു രാഷ്ട്രീയ സന്ദേശം മാത്രമല്ല, മനുഷ്യബന്ധങ്ങളുടെ ശക്തമായ പ്രഖ്യാപനമായിരുന്നു. LDF നേതാക്കളായ T പ്രദീപ് കുമാർ, PD റിജി, MS പ്രദീപ് കുമാർ, പ്രസാദ് പാറേരി, വർഗീസ് കണ്ടംകുളത്തി, ഉല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ്, നടത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോബി ജോസ്, ജില്ലാ പഞ്ചായത്ത് അംഗം PS വിനയൻ, പുത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗം KV സജു തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു. തീവ്രമായിട്ടുള്ള അനുഭവമാണ് യഥാർത്ഥത്തിൽ ഇപ്പന്റെ മനസ്സിലുണ്ട്. സത്യത്തിൽ അവര് ഏറ്റവും നല്ല സ്ഥലത്താണ് വന്നത്. കാരണം ചൂരൽമലയും ഊട്ടിനിക്കരയും എനിക്ക് ഒരുപോലെ എന്റെ വീട്ടുകാരാണ്. ഞാൻ ഈ ആളുകളെ ഒന്ന് പരിചയപ്പെടുത്താൻ മുതിർന്നാൽ എത്രമാത്രം പറ്റുമെന്ന് എനിക്കറിയില്ല. എനിക്ക് ഏറ്റവും സന്തോഷം ഉണ്ടായത് ആവന്തിക 5ാം ക്ലാസ്സിലേക്കായി. ആവന്തികയുടെ അച്ഛനും അമ്മയും സഹോദരനും മരണപ്പെട്ട ഞങ്ങളുടെ ഒക്കെ വികാരത്തിന്റെ ഒരു ഭാഗം പ്രസവവും വിജയലക്ഷ്മിയും അശ്വനും ഇല്ല. പ്രസാദിന്റെ കൂടെ അവിടെ വളരെ സുഖകരമായി ഒരു പുതിയ കാലത്തിലേക്ക് കടക്കും എന്ന് പറയാൻ പറ്റില്ലെങ്കിലും നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കൊടുക്കാൻ ആവാത്ത ഒരു ജനത അവരുടെ ഉള്ള നഷ്ടങ്ങളിൽ നിന്ന് ബാക്കി ഒരുപാട് ആളുകളെ കണ്ടും കേട്ടും പോകുന്ന ഒരു ചുരമല ദുരന്തത്തിന്റെ ഭാഗമാണ്. ദുരന്തത്തെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. സത്യത്തില് ഞാൻ ആ ദുരന്തഭൂമിയിൽ 1 വർഷക്കാലം കഴിഞ്ഞ് ചെന്നപ്പോ ഏറ്റവും കൂടുതൽ വേദനയോടെ പൂക്കളർപ്പിച്ചത് ഇഷാനും ഞാനും നിവേദും 3 കുട്ടികളും നഷ്ടപ്പെട്ട സൈനവിടെ വന്നിട്ടുണ്ട്. അവരുടെ 3 മക്കളും ആ ചൂരന്മല ദുരന്തത്തിൽ നഷ്ടപ്പെട്ടു. കേരളശ്രീ അവാർഡ് ജേതാവ് കൂടിയായിട്ടുള്ള ഷൈബി ഇപ്പോ ഇവിടെ വന്നിട്ടുണ്ട്. 9ാം വാർഡിന്റെ ജനപ്രതിനിധിയാണ്, 10ാം വാർഡിന്റെ ജനപ്രതിനിധിയാണ്. നേരത്തെ 10, 11, 12 വാർഡുകളിലാണ് ഈ ദുരന്തം ഉണ്ടായത്. ഇപ്പൊ അത് 9, 10, 11 വാർഡുകളിലേക്ക്. ഷൈബി നേരത്തെ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ഇപ്പൊ പഞ്ചായത്ത് മെമ്പറാണ്. എൻ്റെ പേര് ഷൈജ ബേബി. എവിടെയോ ഒന്ന് മാറിപ്പോയി. വയനാട് ജില്ലയിലെ ചൂരൽമല സ്വദേശിയാണ്. ഒരു പ്രസംഗത്തിനൊന്നും മുതിരുന്നില്ല. രാജേട്ടൻ സൂചിപ്പിച്ച പോലെ 2015 മുതൽ 2020 വരെ ഇപ്പോൾ ഉരുൾപൊട്ടിയ മുണ്ടക്കയിലെ മെമ്പറും മേപ്പാടി ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റും ആയിരുന്നു. ഇപ്പോഴും അതുപോലെ തന്നെ ദുരന്തം ബാധിച്ച മേഖലയായ 10ാം വാർഡിലെ ജനപ്രതിനിധിയായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളിവിടെ വരാനുണ്ടായ കുറച്ച് കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. രാജേട്ടൻ റവന്യൂ മിനിസ്റ്റർ ആയിരിക്കെ 2024 ജൂൺ 30 ഞങ്ങളുടെ പ്രദേശത്തുണ്ടായ ഒരു ദുരന്തം എന്ന് പറയുന്നത് ഞങ്ങളെ കൂടപ്പിറപ്പുകളെയൊക്കെ തന്നെ കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് കൊണ്ടുപോയി. കുറേ കുടുംബങ്ങൾ അനാഥരാക്കി. കുറേ മക്കളില്ലാത്ത അച്ഛനമ്മമാരില്ലാത്ത മക്കളെയൊക്കെ ബാക്കി നിർത്തിക്കൊണ്ടാണ് ഞങ്ങളെല്ലാവരും ജീവിക്കുന്നത്. ഈ കാലഘട്ടത്തിലൊക്കെ തന്നെ ഒരു സർക്കാർ ചെയ്യേണ്ടതിനപ്പുറം
അതല്ലെങ്കിൽ ദുരന്തബാധിതരായ ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നതിനപ്പുറം സർക്കാർ ഞങ്ങളെ കൂട്ടിപ്പിടിച്ചു. അതിൽ തന്നെ എടുത്തു പറയേണ്ട ഒരാളാണ് രാജേട്ടൻ. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ വരാൻ വേണ്ടി തയ്യാറായത്. ഒരു മന്ത്രി എന്ന നിലക്ക് ആ ജില്ല സന്ദർശിച്ചു പോവുകയോ അതല്ലെങ്കിൽ ടൗൺഷിപ്പ് ഒരുങ്ങുന്നിടത്ത് വന്ന് പോവുകയോ അല്ല ചെയ്തത്. എല്ലാവരെയും ആ പ്രദേശത്തുള്ള ഞങ്ങളെയൊക്കെ തന്നെ ഒരു പക്ഷേ നിങ്ങളെയൊക്കെ അറിയുന്നതിലേറെ എൻ്റെ നാട്ടുകാരെ രാജേട്ടൻ അറിയാം. അതൊക്കെ നിങ്ങളെ ഉദ്ഘാടനം മാർച്ച് 1-ാം തീയതി ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ട് ബോധ്യപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഓരോരോ വ്യക്തികളെയും പേരെടുത്ത് പറയാനും ഓരോ സ്ഥലം എവിടെയൊക്കെയാണ് ഈ ലാൻഡ് സ്ലൈഡ് ഉണ്ടായതെന്ന് എടുത്തു പറയാനും കഴിയുന്ന ഒരു മന്ത്രി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഞങ്ങളുടെ കൂടെയുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഒപ്പമുണ്ട് എന്ന് തന്നെ കൊണ്ടാണ് ഞങ്ങൾ ഇന്നിവിടെ എത്തിയത്. ഞങ്ങൾ ശരിക്കും മെനിഞ്ഞാന്ന് രാത്രി അവിടെ നിന്ന് വന്നിട്ടുണ്ട്. ഇന്നലെ തൃശ്ശൂര് ഗസ്റ്റ് ഹൗസിലായിരുന്നു താമസം. ഇന്ന് രാവിലെ അദ്ദേഹത്തിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കാനും കൂടെയാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. വേറൊന്നുമല്ല, ഞങ്ങളെ ടൗൺഷിപ്പ് പൂർണ്ണമാകണമെങ്കിലും ഒരു പക്ഷേ ആർക്കെങ്കിലൊക്കെ ഒരു തെറ്റിദ്ധാരണ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ കാണുന്ന ന്യൂസുകൾ വെച്ച് സംശയം ഉണ്ടെങ്കിൽ അതൊന്നുമല്ല അതിന്റെ യാഥാർത്ഥ്യം. ഞങ്ങളെ ടൗൺഷിപ്പ് ഞങ്ങൾ വിചാരിച്ചതിലും ഏറ്റവും മികവുറ്റ രീതിയിൽ ഒരു സർക്കാരിന് ചെയ്യാൻ കഴിയുന്നതിന്റെ പരമാവധി ഞങ്ങളെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ആ ഒരു വീട് നൽകുക എന്ന് മാത്രമല്ല, ഉരുൾപൊട്ടിയ പിറ്റേ മാസം മുതൽ ഈ ഏപ്രിൽ മാസം വരെയും ഓരോ കുടുംബത്തിനും ഏകദേശം 25,000 രൂപയോളം ധനസഹായം നൽകിക്കൊണ്ട് തന്നെ ഞങ്ങളെ ചേർത്ത് പിടിച്ച് ആ സർക്കാർ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സർക്കാർ തിരിച്ചു വന്നെങ്കിൽ മാത്രമേ ഇനി ഞങ്ങളെ പോലെ ബാക്കി വന്ന ജനങ്ങളുടെ ജീവിതം പൂർണ്ണമാകുകയുള്ളൂ. അത് പൂർണ്ണമാകുന്നതിന് വേണ്ടി നിങ്ങളുടെയൊക്കെ സഹകരണത്തോടു കൂടി തന്നെ എല്ലാ സഖാക്കളും ആത്മാർത്ഥമായി പ്രയത്നിച്ച് രാജേട്ടനെ തിരിച്ചു കൊണ്ടുവന്ന്, നിങ്ങളെക്കാൾ കൂടുതൽ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് അദ്ദേഹത്തിന്. ഞങ്ങളെ ടൗൺഷിപ്പ് പൂർത്തീകരിച്ച് ഞങ്ങളവിടെ താമസിക്കുന്നത് വരെ ഞങ്ങൾക്ക് അദ്ദേഹം ഉണ്ടായേ പറ്റുള്ളൂ. ആ ഒരു പിന്തുണ നൽകണം. അദ്ദേഹത്തെ വിജയിപ്പിച്ച് നല്ല ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച് മന്ത്രിസഭയിലേക്ക് അയക്കണമെന്ന് അഭ്യർത്ഥിക്കാൻ കൂടെയാണ് ഞങ്ങൾ വയനാട്ടിൽ നിന്നും ഇവിടെ എത്തിയിട്ടുള്ളത്. മോദിയുടെ സ്വപ്നം കായിക രംഗത്തെ സമഗ്ര വികസനം. ലിയാണ്ടർ പയസ്. പട്ടിക്കാട്ടിൽ ഒല്ലൂർ നിയോജക മണ്ഡലം NDA കമ്മിറ്റി സംഘടിപ്പിച്ച റോഡ് ഷോയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ലിയാണ്ടർ പയസ്. ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി പട്ടിക്കാട് പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച റോഡ് ഷോ പീച്ച് റോഡിലെത്തി സമാപിച്ചു. കേരളം മാറ്റത്തിന് കാതോർക്കുന്നതായും കായിക രംഗത്തിലൂടെ കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് വച്ചിട്ടുള്ള ആരോഗ്യമുള്ള ഭാരത പൗരൻ എന്ന ആശയം നമുക്ക് കേരളത്തിലും നടപ്പിലാക്കണമെന്നും തൊഴിലില്ലായ്മയും വികസന മുരടിപ്പും കേരളത്തിന്റെ നട്ടലൊടിച്ചിരിക്കുകയാണ് എന്നും ലിയാണ്ടർ പയസ് പറഞ്ഞു. കേരളം വികസിക്കണമെങ്കിൽ ദേശീയ ജനാധിപത്യ സഖ്യം വിജയിക്കണം. NDA വിജയം ഒല്ലൂരിന്റെ ജനാധിപത്യം ശക്തിപ്പെടുത്തുമെന്നും മനോഹരമായ കേരളം ഞാൻ എന്നും വളരെ ഇഷ്ടപ്പെടുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒല്ലൂർ മണ്ഡലം പ്രസിഡന്റ് അശ്വിൻ, PG മണ്ഡലം പ്രസിഡന്റ് പ്രശാന്ത് നടുവില വളപ്പിൽ, ജില്ലാ സെൽ കോർഡിനേറ്റർ പ്രണീഷ് നടുവില വളപ്പിൽ, ജില്ലാ ജനറൽ സെക്രട്ടറി സുജയ് സേനൻ, നേതാക്കളായ കർണാടക MLC അരുൺ TS, സുബീഷ് ഇന്ദ്രവജ്ര, അജി MP, ലിനി ബിജു, ജയൻ പൂശ്ശേരി, ധ്വനി ഉത്തമൻ തുടങ്ങിയവർ റോഡ് ഷോയ്ക്ക് നേതൃത്വം നൽകി. It is my honor to be here with such a wonderful leader and face to the party. Kerala for me is God's own country. The people of Kerala are beautiful. For the last 70 years, the LDF and the UDF have alternatively run the state of Kerala. Let me spread a sense of responsibility to give Shri Narendra Modi ji the opportunity to lead with his vision and with his ability to take the state of Kerala and make it one of the greatest states of India. Over the last 12 years, Shri Narendra Modi ji with his leadership has made India the 4th largest economy in the world. I have no doubt that if we bring BJP into power, भारत माता की जय! भारत माता की जय!
താങ്ക്സും നന്ദിയും എല്ലാം അറിയിക്കുന്നു. ഒന്നൂരിൽ താമര വിരിയും മെയ് 4-ന് ഒന്നൂരിന്റെ താമര വിരിയുമെന്ന് പറഞ്ഞുകൊണ്ട് മെയ് 23-ന് കേരള നിയമസഭയുടെ ഉള്ളില് ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യും എന്നുള്ളത് ഉറപ്പാണ് എന്ന് അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം. വന്ദേ മാതരം. നമുക്ക് ഒറ്റക്കെട്ടായി വിജയിക്കാൻ ശ്രമിക്കാം. ഒരുമിച്ച് തൃശൂർ ജവഹർ ബാലഭവൻ കളിവീട് കുട്ടികൾ പ്രൗഢഗംഭീരമായി നടത്തി. ക്യാമ്പ് കൺവീനർ ജോയ് വർഗീസ് സ്വാഗതം പറയുകയും രോഹിത് നന്ദകുമാർ അധ്യക്ഷം വഹിച്ചു. പ്രിൻസിപ്പൽ KS ബാലൻ ഉദ്ഘാടനം ചെയ്യുകയും ബാലഭവൻ ജില്ലാ കളക്ടർ കൂടിയായ ചെയർമാൻ ശിഖ സുരേന്ദ്രൻ നിർവഹിച്ചു. കേരള സംഗീത അക്കാദമി ഗുരുപൂജ പുരസ്കാരം നേടിയ തൃശൂർ ജനാർദ്ദനൻ, 2025 കേരള സംഗീത നാടക അക്കാദമി പാശ്ചാത്യ വാദ്യകലാ പുരസ്കാരം നേടിയ ഷോമി ഡേവിസ്, ദേശീയ സീനിയർ ജൂഡോ അണ്ടർ 19 ചാമ്പ്യൻഷിപ്പ് കേരളത്തിൽ നിന്നായി ഗോൾഡ് മെഡൽ നേടിയ വേദ സജു, വുഷു സ്റ്റേറ്റ് ചാമ്പ്യനായ നിരഞ്ജൻ MK തുടങ്ങിയവരെ ആദരിച്ചു. തുടർന്ന് കുട്ടികൾക്ക് കളക്ടർ പാട്ടുപാടി കൊടുക്കുകയും ചെയ്തു. മുൻ പ്രിൻസിപ്പാൾ നാരായണി ടീച്ചർ ആശംസകൾ പറഞ്ഞു. പ്രോഗ്രാം കൺവീനർ ബിജു PG മാസ്റ്റർ നന്ദിയും പറഞ്ഞു. പൊതുവെ ഡിസിപ്ലിൻഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. എത്ര പേരാണ് ഭയങ്കര ഹാപ്പി ആയിട്ട് വന്നിരിക്കുന്നത് സ്കൂളിൽ ചേരാനായിട്ട്? എല്ലാവരും ഹാപ്പി ആയിട്ട് വന്നവരാണല്ലേ? സ്കൂളിൽ പോകുന്ന ഇഷ്ടമാണോ? ഇഷ്ടമാണല്ലേ? ഇവിടെ പഠിക്കാനാണോ വന്നേ? എന്ത് പഠിക്കാനാ? എല്ലാം പഠിക്കാനാ? എന്താണ് ഈ എല്ലാം എന്ന് പറയുന്നത്? ഡാൻസ് പഠിക്കാനാ? പാട്ട്, പെയിൻറ്റിങ്, ശില്പകല എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? എന്താണ്? ക്രാഫ്റ്റിംഗ്. ക്രാഫ്റ്റിംഗ് എല്ലാവർക്കും അറിയാലോ. ഇപ്പോൾ കുറേ കാര്യങ്ങൾ പഠിക്കാനാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ കുറച്ച് കൂട്ടുകാർ ഇപ്പോഴും സ്ലൈഡിലൂടെയൊക്കെ കയറി ഇറങ്ങി നടക്കുന്നുണ്ട്. അവർക്ക് മദ്യം. ഒല്ലൂർ UDF സ്ഥാനാർത്ഥി ഷാജി ജെ കോടങ്കണ്ടത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി സച്ചിൻ പൈലറ്റ് റോഡ് ഷോ തിങ്കളാഴ്ച കുരിയച്ചിറ സെന്ററിൽ നിന്നും ആരംഭിച്ച് ചീരാച്ചി ഒല്ലൂർ സെന്റർ സ്വീകരണം നൽകി. മരത്താക്കര സെന്ററിൽ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് മരത്താക്കര ഇലക്ട്രിസിറ്റി ഓഫീസിന് മുൻപിൽ കൂടി പടവരാട് ജംഗ്ഷൻ വഴി കുട്ടനെല്ലൂരിൽ സമാപിച്ചു. ഈ റോഡ് ഷോയിൽ ഒല്ലൂർ മണ്ഡലത്തിലെ എല്ലാ പ്രവർത്തകരും ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടെ കുരിയച്ചിറ സെന്ററിൽ ആരംഭിച്ച റോഡ് ഷോയിൽ കുട്ടനെല്ലൂർ വരെ പങ്കാളിയാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഡേവിസ് ചക്കാലക്കൽ, UDF ഒല്ലൂർ മണ്ഡലം ചെയർമാൻ, തൃശൂർ കോർപ്പറേഷൻ കൌൺസിലർ പ്രവീൺ ലാൽ, പോളി അഭിലാഷ്, പുത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി റെജി തുടങ്ങിയവർ നേതൃത്വം നൽകി. വോട്ട് ചെയ്യുവാൻ 13 തിരിച്ചറിയൽ രേഖകൾ. വോട്ട് രേഖപ്പെടുത്തുവാൻ തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡിന് പുറമെ 12 രേഖകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചിട്ടുണ്ട്. ആധാർ കാർഡ്, തൊഴിലുറപ്പ് കാർഡ്, ഫോട്ടോ പതിച്ച ബാങ്ക് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് പാസ്ബുക്ക്, തൊഴിൽ മന്ത്രാലയം നൽകിയിട്ടുള്ള ആരോഗ്യ ഇൻഷുറൻസ് സ്മാർട്ട് കാർഡ്,
ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ്, NPR സ്മാർട്ട് കാർഡ്, പാസ്പോർട്ട്, ഫോട്ടോ പതിപ്പിച്ച പെൻഷൻ കാർഡ്, ഉദ്യോഗസ്ഥരുടെ സർവീസ് തിരിച്ചറിയൽ രേഖ, MP, MLA തുടങ്ങിയവരുടെ തിരിച്ചറിയൽ കാർഡ്, ഭിന്നശേഷിക്കാർക്ക് നൽകുന്ന UDID കാർഡ് എന്നീ 12 രേഖകളിൽ ഏതെങ്കിലും ഒന്ന് കൈവശമുള്ളവർക്ക് മാത്രമേ സമ്മതിദാന അവകാശം വിനിയോഗിക്കുവാൻ കഴിയുകയുള്ളൂ. ഇനിയൊരു ഇടവേള. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും, ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG, ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞു കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്. തൃശൂർ ജില്ലയിലെ BJPയുടെ പ്രവർത്തനത്തിൽ വിരളി പൂണ്ട് UDF LDF മുന്നണികളുടെ കള്ളപ്രചരണം. മണലൂർ മണ്ഡലത്തിലും തൃശൂർ മണ്ഡലത്തിലും കള്ളപ്രചരണങ്ങൾ നടത്തി BJPയുടെ വിജയത്തെ തടയുവാനുള്ള ശ്രമമാണ് LDFും UDFും നടത്തുന്നതെന്ന് BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് പറഞ്ഞു. ഒരു തെളിവും ഇല്ലാതെ BJP നേതാക്കന്മാരെ അപമാനിക്കുന്ന ശ്രമമാണ് ഇരുമുന്നണികളുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെന്ന് BJP മഹാസമ്പർക്കം നടത്തുകയായിരുന്നു. അത് തടയുന്നതിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കള്ളപ്രചരണങ്ങൾ നടത്തുന്നതെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീദേവൻ പറഞ്ഞു. ഇതുകൊണ്ടൊന്നും BJPയുടെ വിജയത്തെ തടയുവാനാകില്ലെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. തൃശൂരിലെ ജനത BJPയെ നെഞ്ചോട് ചേർത്തു. അതിൽ വിരളി പൂണ്ട UDF LDF മുന്നണികൾ കള്ളപ്രചരണങ്ങൾ നടത്തുകയാണ്.
മണലൂരിലെയും തൃശൂരിലെയും തോൽവി മുൻകൂട്ടിക്കൊണ്ടാണ് രണ്ട് മുന്നണികളും അപവാദ പ്രചരണങ്ങൾ നടത്തുന്നതെന്ന് പോലീസ് തന്നെ പറയുന്നു. തെളിവുകളൊന്നും ഇല്ലെന്നും എന്നിട്ടും സുനിൽകുമാറും TN പ്രതാപനും പൊറോട്ട നാടകം കളിക്കുകയാണ് എന്ന BJP ജില്ലാ കമ്മിറ്റി പറഞ്ഞു. ഇതിനെതിരെ പൊതുജനങ്ങളെ അണിനിരത്തി വലിയ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും BJP പറഞ്ഞു. മണലൂർ നിയോജക മണ്ഡലത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിനെതിരെ ഇന്ന് നടത്തിയ UDF-ഉം LDF-ഉം ചേർന്ന് നടത്തിയ ദുഷ്പ്രചരണം പോലീസും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെയും സാന്നിധ്യത്തിൽ അത് പൊളിഞ്ഞിരിക്കുകയാണ്. ദേശീയ ജനാധിപത്യ സഖ്യം അത്തരത്തിലൊരു കിറ്റ് ശേഖരണമോ കിറ്റ് വിതരണമോ മണലൂർ മണ്ഡലത്തിൽ നടത്തിയിട്ടില്ലെന്ന് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനായ RO വരെ ഇന്ന് ഈ സമയം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ TN പ്രതാപനും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും നടത്തുന്ന ഗിമ്മിക്കുകളുടെ തുടർച്ചയാണ് ഇന്ന് മണലൂരിൽ നടന്നത്. പ്രതാപിൻ്റെയോ രവീന്ദ്രൻ മാസ്റ്ററുടെയോ ഗിമ്മിക്കുകൾക്ക് മുന്നിൽ മണലൂരിലെ ജനാധിപത്യ വിശ്വാസികൾ വീഴില്ല. NDAയുടെ വിജയം സുനിശ്ചിതമാണ്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മുന്നോട്ട് പോകും. അതിനെതിരെ വരുന്ന എല്ലാ തടസ്സങ്ങളെയും നീക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശേഷി പ്രസ്ഥാനത്തിനുണ്ട്. ഇത്തരത്തിലുള്ള ഗിമ്മിക്കുകളുടെ കാലം കഴിഞ്ഞുവെന്ന് ശ്രീ TN പ്രതാപനും ശ്രീ രവീന്ദ്രൻ മാസ്റ്ററും ആലോചിക്കുന്നത് നല്ലതാണ്. പൗരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ ഉയർപ്പു തിരുനാൾ പ്രദക്ഷിണ ശുശ്രൂഷ തൃശൂർ മാർത്താമറിയം വലിയ പള്ളി കത്തീഡ്രൽ പള്ളിയിൽ മാർ ഔഗ്യൻ കുര്യാക്കോസ് മെത്രാപ്പൊലീത്ത കാർമ്മികത്വം വഹിച്ചു. മണ്ണുത്തി ബൈപ്പാസിൽ BJP സ്ഥാനാർത്ഥികളായ പത്മജ വേണുഗോപാലിനും ബിജോയ് തോമസിനും വേണ്ടിയുള്ള പ്രചരണത്തിന്റെ ഭാഗമായി പ്രൊഫഷണൽ ഡാൻസേഴ്സിന്റെ നേതൃത്വത്തിൽ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു. വർഗീയ ശക്തികൾക്ക് പിടിമുറുക്കുവാൻ ഇടം കൊടുക്കരുതെന്ന് CR നീലകണ്ഠൻ. മഹാത്മാഗാന്ധിയുടെ ഘാതകരായ വർഗീയ ശക്തികളെ മതേതരത്തിന്റെ മണ്ണായ കേരളത്തിൽ വേരുറപ്പിക്കുവാൻ അവസരം നൽകരുതെന്നും സഹിഷ്ണുതയും സൗഹാർദ്ദവും ഉയർത്തിപ്പിടിക്കുന്ന നമ്മുടെ സമൂഹത്തിൽ വിഭജന രാഷ്ട്രീയത്തിന് വിദ്വേഷ പ്രചരണങ്ങൾക്കും സ്ഥാനം ഇല്ലെന്നത് ചരിത്രം തെളിയിച്ച സത്യമാണെന്നും പരിസ്ഥിതി പ്രവർത്തകൻ CR നീലകണ്ഠൻ അഭിപ്രായപ്പെട്ടു. കേരളത്തിന്റെ മതേതര പാരമ്പര്യവും സാമൂഹിക ഐക്യവും സംരക്ഷിക്കുവാൻ ജനങ്ങൾ ജാഗ്രതയോടെ മുന്നോട്ട് വരണമെന്നും സമൂഹത്തിൽ ഭിന്നത സൃഷ്ടിക്കുവാൻ ശ്രമിക്കുന്ന ഏത് ശക്തിയെയും ജനാധിപത്യപരമായി ചെറുക്കേണ്ടത് ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംസ്കാര സാഹിതി തൃശൂർ ജില്ലാ കമ്മിറ്റി കോർപ്പറേഷന് മുൻപിൽ സംഘടിപ്പിച്ച കാഹളം സാംസ്കാരിക സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ കൺവീനർ അനിൽ സാമ്രാട്ട് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജില്ലാ ചെയർമാൻ ഗിന്നസ് സത്താർ ആദൂർ അധ്യക്ഷത വഹിച്ചു. ശാസ്ത്രവേദി ജില്ലാ ചെയർമാൻ ജോബി മാസ്റ്റർ, സംസ്കാര സാഹിതി ജില്ലാ ഭാരവാഹികളായ രാമചന്ദ്രൻ പുതൂർക്കര, ജയപ്രസാദ് കളത്തിൽ, ഷീല ഹരിദാസ്, പ്രസാദ് കിഴക്കൂട്ട്, ലത്തീഫ് വട്ടപ്പാടം, സാംസ്കാരിക പ്രവർത്തകരായ ജയപ്രസാദ്, സഞ്ജയ്, അക്ഷരമണികണ്ഠൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും അടക്കമുള്ളവരെ 20-22 മണിക്കൂർ ചോദ്യം ചെയ്യാൻ മടിക്കാത്ത നിരവധി പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരെ അടക്കം ജയിലിൽ മടിക്കാത്ത ഈ കേന്ദ്രം എന്തുകൊണ്ട് കേരളത്തിലേക്ക് അവരുടെ കണ്ണു വരുന്നില്ല? കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ കൊള്ളകൾ അത് നേരത്തെ സൂചിപ്പിച്ചു. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയാണ്. ആ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ഇവിടെ മതത്തിന്റെ പേരിൽ വോട്ട് പിടിക്കാൻ നടക്കുന്നവർക്ക് ശബരിമല. സർവൻസ് ഓഫ് ഗോൾഡ് എന്ന സംഘടന ഈസ്റ്റർ ദിനത്തിൽ വൈകിട്ട് 4 മണിക്ക് നടത്തിയ പൊതുയോഗം തൃശൂർ രൂപത സഹായമെത്രാൻ മാർ ടോണി നിലങ്കാവിൽ ഉദ്ഘാടനം ചെയ്തു.
ജനറൽ ആശുപത്രിയിൽ രോഗികളായി വരുന്നവർക്ക് സഹായ സേവനങ്ങൾ നടത്തുന്ന സംഘടനയാണ് സർവൻസ് ഓഫ് ഗോൾഡ്. PA ഫ്രാൻസിസ് അധ്യക്ഷം വഹിച്ചു. മുൻ ഡെപ്യൂട്ടി മേയറും കൗൺസിലറുമായ ML റോസി, പൂർണിമ, സിന്ധു ആൻഡോ ചാക്കോള, ഷൈജു ബഷീർ, വർഗീസ് തെക്കേത്തല തുടങ്ങിയവർ സംസാരിച്ചു. ജനറൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പാവപ്പെട്ട രോഗികൾക്ക് വീൽചെയർ, കൃത്രിമ കാൽ, സ്ട്രക്ചർ, എയർബെഡ്, ഭക്ഷണ കിറ്റ് തുടങ്ങിയവ വിതരണം നടന്നു. കൂടാതെ 4 ചക്ര ബൈക്കുകളും നൽകി. ബാക്കി എല്ലാവരും എനിക്ക് തോന്നുന്നത് പരിചയമുള്ള മുഖം. പ്രിയമുള്ളവരെ, സർവൻസ് ഓഫ് ഗോഡിന്റെ 41ാം വാർഷിക ആഘോഷങ്ങൾ ഇന്ന് ഇവിടെ നടക്കുമ്പോൾ വരുവാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. ഇന്ന് ഈസ്റ്ററാണ്, ഉയർപ്പ് ഞായർ. മരണത്തെ പരാജയപ്പെടുത്തി, പാപത്തെ പരാജയപ്പെടുത്തി വീണ്ടും ജീവിച്ച ക്രിസ്തുനാഥൻ. ബൈബിളിലെ നോക്കുമ്പോൾ ക്രിസ്തു ഉയർത്തു എന്നതിനെ തെളിവ് എന്നാണ് ചോദിക്കാറുണ്ട്. 2 തെളിവുകളാണ് ബൈബിളിലെ പറയാറ്. അടക്കിയ കല്ലറ ശൂന്യമായ കല്ലറ. 2, വീണ്ടും ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടത്. ഇന്ന് ഈ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുനാഥൻ ജീവിക്കുന്നു എന്ന് എന്താണ് തെളിവെന്ന് ചോദിച്ചാൽ എന്ത് മറുപടി പറയാം? ഇന്ന് ക്രിസ്തു ജീവിക്കുന്നു എന്ന്. മറ്റു വാർത്തകൾ ഒരിടവേളയ്ക്ക് ശേഷം. മൂവായിരം സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. വീണ്ടും വാർത്തയിലേക്ക്. നാട്ടികയിൽ CPI കോൺഗ്രസും തമ്മിലുള്ള ധാരണ എന്താണെന്ന് CPI കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കണമെന്ന് BJP പട്ടിക സംസ്ഥാന പ്രസിഡന്റ് ഷാജുമോൻ വട്ടേക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നാട്ടിക നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഗീതാ ഗോപി MLA ആയിരുന്ന സമയത്ത് 2019 ജൂലൈ 27-ന് റോഡിന്റെ ശോചനീയാവസ്ഥയെക്കുറിച്ച് ചേർപ്പ് മിനി സിവിൽ സ്റ്റേഷനു മുൻപിൽ സമരം നടത്തിയിരുന്നു. സമരത്തിന് ശേഷം നാട്ടിക നിയോജക മണ്ഡലത്തിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സമരം ചെയ്ത സ്ഥലത്ത് ചാണകവെള്ളം തളിക്കുകയും ചൂലുകൊണ്ട് അടിക്കുകയും ചെയ്തു. അന്ന് തന്നെ MLA ആയിരുന്ന ഗീതാ ഗോപി ചേർപ്പ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. 2019 ജൂലൈ 28-ന് ചേർപ്പ് പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്ത് പട്ടികജാതി പട്ടികവർഗ അതിക്രമ നിരോധന നിയമവും IPC വകുപ്പുകളും ചേർത്ത് 11 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതികളാണ്. 2020 ഫെബ്രുവരി 10-ന് ഈ കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു. തുടർന്ന് 2023-ന് ഗീതാ ഗോപി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതികളായ കേസ് പിൻവലിക്കുകയും 2025 ജൂലൈ 1-ന് മേൽപ്പറഞ്ഞ കേസ് ഹൈക്കോടതി റദ്ദാക്കുകയും ചെയ്തു. പട്ടികജാതി പട്ടികവർഗ അതിക്രമ നിരോധന നിയമപ്രകാരമുള്ള കേസ് പിൻവലിച്ചതിൽ ഗീതാ ഗോപിയും കോൺഗ്രസും തമ്മിലുള്ള പരസ്പര ധാരണയുടെ ഭാഗമാണ്. നാട്ടികയിൽ കോൺഗ്രസും CPIയും തമ്മിലുള്ള ധാരണ എന്താണെന്ന് CPI ജില്ലാ നേതൃത്വവും കോൺഗ്രസ് നേതൃത്വവും വ്യക്തമാക്കണം. ചാണകവെള്ളം തെളിച്ച സംഭവത്തിൽ കോൺഗ്രസ് നേതൃത്വത്തെ അതിരൂക്ഷമായി വിമർശിച്ചിരുന്ന CPM കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ AK ബാലനും KK ശൈലജ ടീച്ചറും CPIയും കോൺഗ്രസും പരസ്പരം ഒത്തുചേർന്ന് കേസ് പിൻവലിച്ച സംഭവത്തിൽ
CPMന്റെ ഇപ്പോഴത്തെ നിലപാട് വ്യക്തമാക്കണം. ഗീതാ ഗോപി പട്ടികജാതി പട്ടികവർഗ അതിക്രമ നിരോധന നിയമത്തെ ദുരുപയോഗം ചെയ്തിരിക്കുകയാണ്. പട്ടികജാതി സമൂഹത്തെ വഞ്ചിക്കുകയാണ് ചെയ്തത്. നാട്ടിക നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസും CPIയും തമ്മിലുള്ള പരസ്പരം അന്തർധാരണയാണുള്ളത്. വോട്ട് കച്ചവടത്തിന്റെ ഭാഗമാണ് ഈ ധാരണ. പത്രസമ്മേളനത്തിൽ പട്ടികജാതി മോർച്ച സിറ്റി ജില്ലാ പ്രസിഡന്റ് മനോജ് നെല്ലിക്കാട്, യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വിഷ്ണു പ്രസാദ് PS തുടങ്ങിയവർ പങ്കെടുത്തു. ജൂലൈ മാസം 27-ാം തീയതി റോഡിന്റെ ശോചനീയാവസ്ഥക്കെതിരെ ചേർപ്പ് മിനി സിവിൽ സ്റ്റേഷന് മുൻപിൽ സമരം ചെയ്തു. ആ സമരം ചെയ്ത സ്ഥലത്ത് നാട്ടിക നിയോജക മണ്ഡലത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ ആ സമരത്തിന് ശേഷം ചാണകവെള്ളം തെളിക്കുകയും ചൂലുകൊണ്ട് അവിടെ അടിക്കുകയും ചെയ്തു. അന്ന് തന്നെ ബഹുമാനപ്പെട്ട അന്ന് MLA ആയിരുന്ന ഗീതാ ഗോപി ചേർപ്പ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. 2019 404/2019 ആയി അത് പട്ടികജാതി പട്ടികവർഗ അതിക്രമ നിരോധന നിയമവും IPC വകുപ്പുകളും ചേർത്ത് 11 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. ഇത് സംബന്ധിച്ച് 10/2/2020 ചേർപ്പ് പോലീസ് SC 188/2020 ഈ കേസിൽ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. ആ കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷം 2023 ഗീതാ ഗോപി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതികളായിട്ടുള്ള കേസ് ആ കേസ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 6497/2023 നമ്പർ ആയി അഫിഡവിറ്റ് ഹൈക്കോടതിയിൽ കൊടുക്കാൻ തയ്യാറായി. 2025 ജൂലൈ 1-ാം തീയതി മേൽപ്പറഞ്ഞ കേസ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി റദ്ദാക്കി എന്ന് കാണാൻ സാധിക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ പട്ടികജാതി പട്ടികവർഗ അതിക്രമ നിരോധന നിയമപ്രകാരമുള്ള കേസ് നിരവധി മയക്കുമരുന്ന് കടത്തുകേസുകളിലെ പ്രതിയെ പിറ്റ് NDPS ചുമത്തി കരുതൽ തടങ്കലിലാക്കി. നെടുപുഴ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ നിരവധി ലഹരി മരുന്ന് കടത്തൽ കേസുകളിൽ പ്രതിയായ ചിയാരം ആൽത്തറ സ്വദേശിയായ ചെമ്പകപ്പുള്ളി വീട്ടിൽ രാഹുൽ എന്നയാൾക്കെതിരെയാണ് തടങ്കൽ ഉത്തരവ് പുറപ്പെടുവിച്ചത്. ചേർപ്പ് പോലീസ് സ്റ്റേഷനിലെ കേസിൽ ഉൾപ്പെട്ട് വിയൂർ സെൻട്രൽ ജയിലിൽ റിമാൻഡിൽ കഴിഞ്ഞുവരുന്ന രാഹുലിനെ തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ എത്തിച്ച് കരുതൽ തടങ്കലിൽ പാർപ്പിക്കുകയും ചെയ്തു. സംസ്ഥാനത്ത് ഏപ്രിൽ 9 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ട് സഭ സംഘടിപ്പിച്ചു. മച്ചാട് വിദ്വാൻ എളയത്ത് സ്മാരക വായനശാലയിൽ സംഘടിപ്പിച്ച വോട്ട് സഭ വാർഡ് മെമ്പർ ഐശ്വര്യ ഉണ്ണി ഉദ്ഘാടനം ചെയ്തു. TS കുട്ടപ്പൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. കവിയും സാഹിത്യകാരനുമായ ഗോപി പേരാമംഗലം വോട്ടിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു. വോട്ട് അനുഭവങ്ങൾ, ജനാധിപത്യം, പ്രാധാന്യം എന്നിവയെക്കുറിച്ച് മുതിർന്ന അംഗം PK ജയറാം പ്രസംഗിച്ചു. T പ്രകാശ്, MN കൃഷ്ണൻകുട്ടി, KG ശങ്കരൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. എനിക്ക് കണ്ടോടത്തോളം തോന്നുന്നതറിയാം, നമ്മൾ ഈ പ്രാധാന്യം കൂടുതൽ മനസ്സിലാക്കേണ്ടത് യുവതലമുറകളാണ്. ഇപ്പൊ 18 വയസ്സ് പൂർത്തീകരിച്ച് ആദ്യമായിട്ട് വോട്ട് ചെയ്യാൻ പോകുന്ന മക്കൾക്കാണ് കൂടുതൽ പ്രാധാന്യം വേണ്ടത്. നമ്മളിങ്ങനെ ഒരു യോഗത്തിലേക്ക് അവരെയാണ് നമ്മൾ എത്തിക്കേണ്ടത്. പൊതുവെ അവരിപ്പോൾ പിന്നാക്കം നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ നമ്മുടെ ഈ വായനശാല അല്ലെങ്കിൽ വായന എന്നുള്ളൊരു ഘട്ടത്തിലേക്ക് അവരെ നമ്മൾ എത്തിക്കേണ്ടത് വലിയൊരു കടമയാണ്. എൻ്റെ വീട്ടിലുണ്ട് ഒരാൾ വായിക്കാൻ ബുക്ക് എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഈ പറഞ്ഞ പോലെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ വീട്ടിൽ പിള്ളേരോട് സംസാരിച്ച് അവർക്കാണ് കൂടുതൽ അറിവും കാര്യങ്ങളും നൽകേണ്ടത്. കാരണം നിങ്ങൾ എന്നെ വെച്ച് നോക്കുമ്പോൾ എന്നെക്കാട്ടും മുതിർ. സ്വർണ്ണവില ഒറ്റയടിക്ക് കുറഞ്ഞത് 1320 രൂപ. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വൻ ഇടിവ് രേഖപ്പെടുത്തി. പവന് 1320 രൂപയും ഗ്രാമിന് 165 രൂപയുമാണ് ഇന്ന് കുറഞ്ഞത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉയർന്നു നിന്ന വിലയിലുണ്ടായ ഈ മാറ്റം ആഭരണപ്രേമികൾക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. കേരളത്തിൽ ഇന്ന് 22 ക്യാരറ്റ് 1 ഗ്രാം സ്വർണത്തിന്റെ വില 13,670 രൂപയാണ്. പവന് 1,09,360 രൂപ നൽകണം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
മൂർക്കനിക്കരയിലെ തെരഞ്ഞെടുപ്പ് വേദിയെ മനുഷ്യസ്നേഹത്തിന്റെ നേർസാക്ഷ്യമാക്കി സ്ഥാനാർത്ഥി കെ രാജനെ കാണാനെത്തിയത് വയനാട് ചൂരൽ മലക്കാർ. തൃശൂർ ജവഹർ ബാലഭവൻ കളിവീട് കുട്ടികൾ പ്രൗഢഗംഭീരമായി നടത്തി. ഒല്ലൂർ UDF സ്ഥാനാർത്ഥി ഷാജി ജെ കോടങ്കണ്ടത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി സച്ചിൻ പൈലറ്റ് റോഡ് ഷോ തിങ്കളാഴ്ച പുതിയച്ചിറ സെന്ററിൽ നിന്നും ആരംഭിച്ച് ചീരാച്ചി ഒല്ലൂർ സെന്റർ സ്വീകരണം നൽകി. മോദിയുടെ സ്വപ്നം കായിക രംഗത്തെ സമഗ്ര വികസനമെന്ന് ലിയാണ്ടർ പയസ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.